എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്കറിയാം ഇസ്രയേലും ഇറാനും പിന്നെ ഗാസ ഈ സ്ഥലങ്ങളിലൊക്കെ എന്താണ് നമ്മുടെ യുദ്ധങ്ങളൊക്കെ നടന്നു. പല വിധത്തിലുള്ള യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ തൽക്കാലം ഒന്ന് സ്റ്റോപ്പായിട്ടൊന്ന് ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾക്ക് അറിയുവാനായിട്ട് കഴിഞ്ഞത്. പക്ഷേ നമ്മളുടെ സോഷ്യൽ മീഡിയകളിലും നമ്മളുടെ മാധ്യമ പ്രവർത്തകരെയും എല്ലാം എടുത്തു നോക്കിയാൽ, ലോകം മുഴുവനും എടുത്തു നോക്കിയാൽ എന്താണ്, ഇസ്രയേലിൻ്റെ കൂട്ടത്തിൽ ചുരുക്കം ചിലർ മാത്രമേ ഇസ്രയേലിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നുള്ളൂ അല്ലേ. ബാക്കി ആൾക്കാർ മുഴുവൻ എന്താണ്, ഒന്നെങ്കിൽ ഇറാൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഗാസയുടെ കൂട്ടത്തിലൊക്കെയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം വന്നു കഴിയുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്, ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അവർ പോരാടുന്നത് അല്ലേ. നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഒന്ന്. രണ്ടാമത്തത് എന്താണ്, അവരെ ഇങ്ങോട്ട് ആക്രമിക്കുന്നവരെയാണ് അവർ തിരിച്ചാക്രമിക്കുന്നത്. പക്ഷേ അവിടെ പോലും അവരെന്താണ്, ഒരു മര്യാദ കാണിക്കുന്നുണ്ട്. സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യാതെ അവർക്ക് മുൻനിർദ്ദേശം കൊടുത്തിട്ട് അവർ എന്താ പറയുക, ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യുന്നതൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ അവർ സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലേ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടാണ് നീങ്ങുന്നത്. എന്ന് വെച്ചാൽ അവരെന്താണ്, നേരെ വാ നേരെ പോ എന്നുള്ളൊരു മൈൻഡിലാണ് അവർ നീങ്ങുന്നത്, ഇസ്രയേൽ നീങ്ങുന്നത്. ഓർക്കുക, അപ്പോൾ ഇസ്രയേലിനെയാണ് ഒട്ടുമിക്ക ആൾക്കാരും, ഒരു 75% ആൾക്കാരും ഇസ്രയേലിനെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. പക്ഷേ സത്യമുള്ളത് ഇസ്രയേലിൻ്റെ കൂട്ടത്തിലാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം അവർ മറന്നു പോവുകയാണ്. അപ്പോൾ ഇത്രയും സപ്പോർട്ട് ഇല്ലാതിരുന്നിട്ടും ആ ഒരു കൊച്ചു രാജ്യം എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്? ആ കൊച്ചു രാജ്യം പിടിച്ചു നിൽക്കുവാനുള്ള കാരണം എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കൂട്ടത്തിലുള്ളത് കൊണ്ടല്ലേ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായതുകൊണ്ടും ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടി വിളിക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ട ജനം ആയതുകൊണ്ടാണ് അവരിന്ന് ജയിച്ചു നിൽക്കുവാനായിട്ട് ഇടയാകുന്നതല്ലേ. അല്ലെങ്കിൽ നമ്മളുടെ കേരളത്തിൻ്റെ അത്രയും പോലുമില്ല, അത്രയുമുള്ളൊരു കൊച്ചു രാജ്യം എത്ര പെട്ടെന്ന് ശൂന്യമാകുമായിരുന്നു. എന്നാൽ അങ്ങനെ ആകാതെ ആ ഒരു കൊച്ചു നമ്പേഴ്സിൻ്റെ കൂടെ എൻ്റെ ദൈവം നിൽക്കുന്നതിനുള്ള കാരണം എന്താണ്? അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ജനമാണ്. അവർക്ക് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും എല്ലാം അവർക്കുണ്ട് അല്ലേ. അവർക്ക് എന്താ പറയുക, എപ്പോഴും അവർ യുദ്ധമുഖത്താണ്, എപ്പോഴും അവർ ജാഗരൂകരായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ. ഒരു കണക്ക് പറഞ്ഞാൽ നോക്കിയാൽ നമ്മൾക്ക് എന്താ പറയുക, വല്ലാത്ത സഹതാപം തോന്നും. കാരണം എന്താണ്, ഏത് നിമിഷവും ചുറ്റും ശത്രുക്കളാണ്. എവിടെ നിന്ന് വേണമെങ്കിലും അവർക്കൊരു അറ്റാക്ക് വരാം. പക്ഷേ അവിടെ പോലും അവരെന്താണ്, നിർഭയരായിട്ടിരിക്കുവാനുള്ള കാരണം എന്താണ്? അവരുടെ ദൈവം അവരുടെ കൂട്ടത്തിലുണ്ടല്ലേ. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുകയാണ്, ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല ഉറങ്ങുകയുമില്ല. അപ്പോൾ മയങ്ങാതെ ഉറങ്ങാതിരിക്കുന്ന ഒരു ദൈവം അവർക്കുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രിവിലേജ് അല്ലേ, അവരുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നതെന്ന് നമ്മൾക്കറിയാം. ആ ഒരു ഇസ്രയേൽ പ്രധാനമന്ത്രിയായിരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു പോലും പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, അവരുടെ ബലം എന്താണ്, ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ ലോകത്തിലോട്ട് വന്നു കഴിയുമ്പോഴും, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആത്മീയ ഗോളത്തിലോട്ട് വന്നു കഴിയുമ്പോഴും എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ കള്ളന്മാർക്കാണ് എപ്പോഴും ഫാൻസ് അസോസിയേഷൻ കൂടുതലല്ലേ. കാരണം നേരോടെ നടക്കുന്നവർക്ക് ഒരു കുറച്ചു കൂട്ടം മാത്രമേ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകാറുള്ളൂ. അത് നമ്മുടെ പെന്തക്കോസ്ത് ഗോളത്തിലോട്ട് വന്നു കഴിയുമ്പോഴെന്താണ്, ഈ നല്ല പാസ്റ്റർമാർ ഒരിക്കലും അധികം പ്രശംസിക്കപ്പെടുന്നില്ല, അവർ അധികം അറിയപ്പെടുന്നില്ല അല്ലേ. അവരെപ്പോഴും ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതമാണ്. പക്ഷേ ഈ കള്ളന്മാർ അല്ലേ, പൈസയ്ക്ക് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും ഒക്കെ കടിപിടി കൂടുന്ന കള്ളന്മാർ ഭയങ്കര പ്രശസ്തരാണ്. അവർ പ്രശസ്തരായിക്കൊണ്ടേയിരിക്കും. ഇത് ഈ ലോകത്തിൽ ഉള്ള ഒരു നിയമമാണ് അല്ലേ. എന്ന് വെച്ചാൽ എഴുതപ്പെടാത്തൊരു നിയമമാണ് എന്നും നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. നന്നായി ജീവിക്കുന്നവരും ദൈവത്തിന് വേണ്ടി നന്നായി ശോഭിക്കുന്നവരൊക്കെ അധികം അറിയപ്പെടുന്നില്ല. അവരെപ്പോഴും ഒരു ചെറിയ കൂട്ടമായിട്ട് നിൽക്കാറാണ് പതിവ് അല്ലേ. എന്നാൽ അതിന് അപ്പുറത്തോട്ട് പോയി കഴിയുമ്പോൾ ഒത്തിരി പ്രശസ്തരാകുന്നവരൊക്കെ എന്താണ്, കള്ളപ്രവചനം പറയുക, കള്ളത്തരത്തിൽ ജീവിക്കുക, ക്യാഷ് ഉണ്ടാക്കുക, ഒരുപാട് ക്യാഷ് സമ്പാദിക്കുക, ഇങ്ങനെയുള്ള ടീമുകളൊക്കെയാണ് എപ്പോഴും എന്താണ്, സമൂഹത്തിൻ്റെ മുൻപിലോട്ട് അറിയപ്പെട്ടവരായിട്ട് നിൽക്കുന്നത്. എന്നാൽ ദൈവം ഓരോന്ന് പൊളിച്ച് അടുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ആശ്വാസകരമായ കാര്യമാണ്. എന്ന് വെച്ചാൽ പല പൊയ്മുഖങ്ങളെയും ദൈവം പുറത്തോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് പല പൊയ്മുഖങ്ങളെയും ഇങ്ങനെ പുറത്തോട്ട് നമ്മൾക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ ഇങ്ങനെ സോഷ്യൽ മീഡിയകളിലൊക്കെ എടുത്തു നോക്കിയാലും അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് എന്താണ്, ഇവർ ഈ ഇരവാദം മുഴക്കുന്ന രാജ്യങ്ങളെ എടുത്തു നോക്കിയാൽ അവരുടെ ഒന്നും രീതികൾ ശരിയല്ലല്ലേ. അവരെന്താണ് ഇപ്പം എന്താ പറയുക, ഒന്നുകിൽ കുഞ്ഞുങ്ങളെ മനുഷ്യ കവചമാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ എന്താണ്, അവർ ആ ഒരു രാജ്യത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എതിരെയായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്, ഇസ്രയേൽ യുദ്ധം ചെയ്യുന്നത്. എന്നാൽ അവർക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് മുഴുവൻ ആർക്കാണ് പോകുന്നത്? ഈ എന്താ പറയുക, ഈ കുനിഷ്ട് പിടിച്ചിരിക്കുന്ന രാജ്യങ്ങൾക്കാണ് എന്ത് പോകുന്നത്, സപ്പോർട്ട് പോകുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മളുടെ കേരളത്തിൽ പോലും എടുത്താൽ എന്താണ്, ഇസ്രയേലിനെ അങ്ങ്
നമ്മൾക്കിവിടെ കേരളത്തിലിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലിരിക്കുന്നവർക്കോ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കല്ലാതെ വേറെ എന്താണ് അവിടെ നമ്മുടെ അല്ലേ വലിയ ബന്ധങ്ങളൊന്നുമില്ല എങ്കിൽ പോലും അത് നമ്മുടെ യുദ്ധങ്ങളായിട്ട് നമ്മൾ ഏറ്റെടുത്തങ്ങ് രണ്ട് പക്ഷം തിരിഞ്ഞു നിന്നും ഭയങ്കര പോരാണ്. അപ്പോൾ അവിടെ പോലും ഇസ്രായേൽ എന്ന് പറയുന്ന ആ കൊച്ചു രാജ്യത്തിന് എന്താണ് കുറച്ച് സപ്പോർട്ടേ ഉള്ളൂ. പക്ഷേ ഈ ഒരു എന്താ പറയുക അതിൻ്റെ എതിർവശത്ത് നിൽക്കുന്ന ക്രൂക്കഡായിട്ടുള്ള രാജ്യങ്ങൾക്ക് എപ്പോഴും എന്താണ് അവർക്കൊരു ഹ്യൂജ് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്? ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും അറിയാം സത്യം ആരുടെ കൂട്ടത്തിലാണ്, ഇസ്രായേലിൻ്റെ കൂട്ടത്തിലാണെന്ന് അറിയാം. ഇവരെന്തിനാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുവാൻ കാരണം? ഈ എതിർസ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ക്രൂക്കഡായിട്ടുള്ള രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനുള്ള കാരണം എന്താണ്? അവരുടെ ഒന്നെങ്കിൽ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അല്ലേ, അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒരു വല്ലാത്ത വർഗീയ അജണ്ട അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിലാണ് ഇവർ ഇങ്ങനെ തരംതിരിച്ച് നിൽക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ആത്മീയ ഗോളത്തിലോട്ട് വന്നു കഴിയുമ്പോഴും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ കള്ളന്മാർക്ക് സപ്പോർട്ടുമായിട്ട് കുറച്ച് പേര് ഇറങ്ങും. ഇത് ആരായി ഇറങ്ങുന്നത്? നല്ല ആൾക്കാരാണോ ഇറങ്ങുന്നത്? അല്ലേ അല്ല. കള്ളന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും ആരാണ്? കള്ളന്മാർ തന്നെയായിരിക്കും. അതേസമയം സത്യസന്ധർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ആരാണ്? അവർ സത്യസന്ധരാണ് അല്ലേ. അവർ അന്വേഷിക്കും ആരാണ് ശരി ആരാണ് തെറ്റെന്ന് അന്വേഷിക്കും. അന്വേഷിച്ച് കഴിഞ്ഞിട്ടേ അവരെന്താണ് പക്ഷം തിരിഞ്ഞ് നിൽക്കത്തുള്ളൂ. ഇതിനി അതല്ലാതെ കുറച്ച് പേരിങ്ങനെ പക്ഷം തിരിഞ്ഞ് നിൽക്കുന്നത് എന്താണ്? അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്, അവരുടെ ചില ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും എന്താണ് ഈ കള്ളന്മാർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതെന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അല്ലാതെ അതിനകത്ത് സത്യം സത്യമായിട്ട് പോകുന്നത് കൊണ്ടാണോ? ഒന്നുമല്ല. കാരണം സത്യം എന്താണെന്ന് പലർക്കും അറിയാം. പക്ഷേ അവരെന്താണ് അതങ്ങ് കണ്ണടച്ച് വിടുകയാണ്. കണ്ണടച്ച് വിടുന്നതിൻ്റെ കാരണം എന്താണ്? അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നടത്തണം. അപ്പോൾ നടത്തണമെങ്കിൽ എന്ത് സംഭവിക്കണം? അവർ കള്ളന്മാരെ സപ്പോർട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. എന്നാലേ രാഷ്ട്രീയക്കാരും അതുപോലുള്ള ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കും എന്ത് കിട്ടത്തുള്ളൂ? അവരുടെ ആ ഒരു ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കുവാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ ഓർക്കുക, അവസാന ജയം ആർക്കാണ്? സത്യത്തിനായിരിക്കും എപ്പോഴും ജയം കിട്ടുക അല്ലേ. ആ ഒരു ജയത്തിൻ്റെ ഒരു ബലത്തിലാണ് ആര് നിൽക്കുന്നതും? ഇസ്രായേൽ നിൽക്കുന്നത്. ഇസ്രായേലിനെ തുടച്ചു നീക്കാൻ, ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുവാൻ പണ്ട് തൊട്ടേ ശ്രമം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വരെ ആർക്കും അതിന് കഴിഞ്ഞിട്ടില്ല. പകരം എന്താണ്? ഇസ്രായേൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അതെന്തുകൊണ്ടാണ്? അവരുടെ ശക്തി കൊണ്ടോ അവരുടെ ബലം കൊണ്ടോ ആണോ? അല്ല, ഒന്നുമല്ല. പിന്നെ എന്താണ്? ദൈവം, സർവശക്തനായ ദൈവത്തിൻ്റെ കരം അവരുടെ കൂട്ടത്തിലുള്ളത് കൊണ്ടാണ്. ഓർക്കുക, നമ്മളുടെ ജീവിതത്തിലും എന്താണ്? നമ്മൾ സത്യത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് കഴിയുമ്പോൾ, സത്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്താണ്? ദൈവത്തിൻ്റെ കരം നമ്മളുടെ കൂട്ടത്തിലുണ്ടാകും. കൂടെ 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 ദൈവം അത് ആ ഒരു ഹ്യൂജ് നമ്പറിനെ ഒരു ഹ്യൂജ് നമ്പറായിട്ടത് ദൈവം മാറ്റിക്കൊണ്ടേയിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യവും നമ്മൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് നമ്മൾ എന്താണ് ഏത് നിമിഷവും സത്യത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുവാൻ, സത്യം എന്താണെന്ന് മനസ്സിലാക്കി ആ സത്യത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിയുമ്പോൾ, എന്തെങ്കിലും ഒരു ആരോപണങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ഉടനെ പക്ഷം തിരിഞ്ഞ് മാറുവാനല്ല ശ്രമിക്കേണ്ടത്. നമ്മൾ എന്ത് നോക്കണം? അതിനകത്ത് വല്ല കാര്യമുണ്ടോ, അവർ പറയുന്നതിനകത്ത് കാര്യമുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷണ വിധേയമാക്കേണ്ട കാര്യം തന്നെയാണ്. അത് അന്വേഷിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആരുടെ കൂട്ടത്തിൽ നിൽക്കണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് പലപ്പോഴും ആ ഒരു തിരിച്ചറിവ് ഉള്ളത് കൊണ്ടാണ് നമ്മളെപ്പോഴും എന്താണ് സത്യത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നതല്ലേ. ഇസ്രായേലിൻ്റെ കൂട്ടത്തിൽ ഒരു കൂട്ടം ആൾക്കാർ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവരുടെ ഭാഗത്ത് സത്യമുണ്ട് എന്ന് നമ്മൾക്ക് അറിവ് കിട്ടിയത് കൊണ്ടാണ്. അതെങ്ങനെയാണ് നമ്മൾക്ക് അറിവ് കിട്ടിയത്? നമ്മൾ ആ ഒരു സത്യം അന്വേഷിച്ചിറങ്ങിയല്ലേ. അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് അവരുടെ കയ്യിലാണ് സത്യമെന്ന് നമ്മൾക്ക് മനസ്സിലായത്. ബാക്കിയൊക്കെ എന്താണ്? ചുമ്മാ ഇരവാദം മുഴക്കിക്കൊണ്ടിരിക്കും. അതിനകത്ത് തന്നെ കുറേ പേര് കൂപ്പുകുത്തി അങ്ങ് വീഴുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞു വരുവാൻ കാരണം, ഇന്ന് നമ്മളുടെയൊക്കെ ജീവിതങ്ങൾ എടുത്തു നോക്കിയാലും, നമ്മളുടെ ഓഫീസുകളിലേക്ക് പോയാലും, നമ്മളുടെ സ്കൂളുകളിലേക്ക് പോയാലും, നമ്മളുടെ ഏത് മേഖലകളിലേക്ക് പോയാലും എവിടെയാണ്? എപ്പോഴും ഈ കള്ളന്മാർക്ക് സപ്പോർട്ട് കൂടുതലായിരിക്കും. അതേസമയം സത്യത്തിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ ആ സത്യം വെളിവാകുന്ന ഒരു ദിവസം ഉണ്ടാകും. അത് വെളിവാകാതെ ഒന്നും ഇല്ല അല്ലേ. വെളിവാകാതെ ഒന്നും പോകത്തില്ല. അത് വെളിവായി വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ കൂട്ടത്തിൽ ആൾക്കാർ കൂടുകയും ചെയ്യും. അതാണ് ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ദൈവത്തിൻ്റെ ആ ഒരു വലിയ അല്ലേ, ദൈവത്തിൽ ആശ്രയിക്കുന്ന നമ്മളുടെ ഏറ്റവും വലിയ പ്രിവിലേജും എന്ന് പറയുന്നത് എന്താണ്? ഇന്നല്ലെങ്കിൽ നാളെ എന്താണ്? സത്യങ്ങളൊക്കെ വെളിയിലോട്ട് വരും. കുറേ ഹ്യൂജ് ഫാൻസ് നമ്മുടെ കൂട്ടത്തിൽ കൂടി സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അർത്ഥം നമ്മൾ ജയിച്ചു എന്നല്ല. അതേസമയം എന്താണ്? നമ്മൾക്ക് കുറച്ച് ഗ്രൗണ്ട് സപ്പോർട്ടേ ഉള്ളൂ എങ്കിലും എന്താണ്? അത് സത്യമാണെങ്കിൽ എന്താണ്? അതിനെ വിശാലമാക്കുന്ന ഒരു ദൈവമുണ്ടല്ലേ. അതിനെ എന്താണ്?
തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. അതായത് സത്യത്തെ തിരിച്ച് എന്താ പറയുക മറ്റുള്ളവരുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ സപ്പോർട്ടുകൾ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, നമ്മളെപ്പോഴും നമ്മളുടെ ജീവിതത്തിലെ സത്യം ഏതാണെന്ന് തിരിച്ചറിയുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. എന്നിട്ട് ആ സത്യത്തിൻ്റെ കൂടത്തിൽ നിൽക്കുവാനുള്ളൊരു ചങ്കൂറ്റം നമ്മൾക്കുണ്ടാകണം. അങ്ങനെ ഒരു ചങ്കൂറ്റം കിട്ടുന്നത് എപ്പോഴാണ്? നമ്മളിൽ സത്യം ഉണ്ടെങ്കിലേ ആ ഒരു ചങ്കൂറ്റം നമ്മൾക്ക് കിട്ടത്തുള്ളൂ. അല്ല എങ്കിൽ എന്താണ്, നമ്മളെപ്പോഴും നമ്മളുടെ കയ്യിൽ എന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, നമ്മൾ കക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി എപ്പോഴും ആർക്കേ സപ്പോർട്ട് കൊടുക്കത്തുള്ളൂ? കള്ളനെ സപ്പോർട്ട് കൊടുക്കത്തുള്ളൂ. അല്ലാതെ എന്താ പറയുക, സത്യത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുമോ? നിൽക്കത്തില്ല. ഇനി സത്യത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നത് ആരാണ്? സത്യം ഉള്ളവരെ സത്യത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഈ ദിവസങ്ങളിൽ എന്താണ് നമ്മൾ കുറച്ചും കൂടി എന്താണ് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ എവിടെ നിൽക്കണം? സത്യത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുവാൻ, സത്യസന്ധരായിട്ട് ജീവിക്കുവാൻ ദൈവം നമ്മൾക്കൊക്കെ ഒരു കൃപ തരേണ്ടത് വളരെ ആവശ്യമാണല്ലേ. അത് നമ്മൾക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മളിൽ സത്യമുണ്ട് എങ്കിൽ എന്താണ്, ആ ഒരു സത്യത്തെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മൾക്ക് കൃപ തരും അല്ലേ. ദൈവത്തിൻ്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവമാണ് വഴിയും സത്യവും ജീവനും. അപ്പോൾ ആ ദൈവത്തെ മുറുകെ പിടിച്ച് നമ്മൾ മുൻപോട്ട് പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? സത്യങ്ങളൊക്കെ വെളിയിലോട്ട് വരിക തന്നെ ചെയ്യും. അതൊന്നും മൂടപ്പെടുകയില്ല. ഇന്ന് നമ്മൾക്ക് തോന്നും എന്താ പറയുക, ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതായത് കള്ളന്മാരിന്ന് ജയിച്ച് നിൽക്കുന്നുവെന്ന് ലോകത്തിൻ്റെ പല പല സംഭവങ്ങളിലും നമ്മൾക്ക് തോന്നുമല്ലേ. നമ്മളുടെ എന്താ പറയുക കറപ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെയാണ് ജയിച്ച് നിൽക്കുന്നതെന്ന് നമ്മൾക്ക് തോന്നും. അവർക്കാണ് സപ്പോർട്ട് കൂടുതലെന്ന് നമ്മൾക്ക് തോന്നും. എന്നാൽ നമ്മളുടെ ദൈവം എന്താണ്, അവസാന നിമിഷം സത്യത്തെ വെളിച്ചത്ത് കൊണ്ടുവരികയും ആ സത്യത്തിന് ജയം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. കാരണം എന്താണ്, നമ്മളുടെ ദൈവം സത്യവാനാണ്, നീതിമാനാണ്. ആ നീതിയുള്ള ദൈവം, ആ സത്യമുള്ള ദൈവം എന്താണ്, എല്ലാ വെളിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.